ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പുഷ്പ എഴുതിയിരിക്കുന്ന ഒരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് പുഷ്പ, 42 വയസ്സുണ്ട്. 2 പെൺകുട്ടികളുടെ അമ്മയാണ് ഞാൻ. എൻ്റെ ഭർത്താവ് ഒരു ബിസിനസ്മാനാണ്. മിക്കവാറും ദിവസങ്ങളിൽ വീട്ടിൽ കാണില്ല. എൻ്റെ അമ്മായിപ്പനും അമ്മായിമ്മയുമാണ് എന്നും എനിക്ക് കൂട്ട്. ആരുമില്ലാതെ തനിച്ച് താമസിക്കാൻ എനിക്ക് പറ്റില്ല. ഒരു രാത്രി പോലും ഞാൻ ഒറ്റയ്ക്കെങ്ങും കഴിഞ്ഞിട്ടുമില്ല. എനിക്കത് ഭയങ്കര പേടിയാണ്. വീട്ടിലായാലും ഇരുട്ടിനെയും ഒറ്റയ്ക്കിരിക്കുന്നതും ഒക്കെ എനിക്ക് പേടിയാണ്. ഭർത്താവിൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് ഫ്രീക്വൻ്റായിട്ട് ബിസിനസ്സിനൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ പറയും എനിക്ക് തന്നെ ഇരിക്കാൻ വയ്യ. അതുകൊണ്ട് തന്നെ അമ്മായിച്ചനും അമ്മായിമ്മയും ഉള്ളത് എനിക്ക് വളരെ ഉപകാരമായിരുന്നു. അമ്മായിമ്മ മരിച്ചു പോയപ്പോൾ എനിക്കത്ര വിഷമമില്ല. അമ്മായിപ്പൻ കൂടെ ഉണ്ടല്ലോ. ആണുങ്ങൾ ആരെങ്കിലും വീട്ടിൽ വേണം. ഇല്ലെങ്കിലും എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് മാഡം. ഇതിനിടയ്ക്ക് എൻ്റെ മൂത്ത മോൾ നേഴ്സിംഗ് പഠിക്കാൻ പോയി. പിന്നെ ഇളയ മോളും പോയി. ആ സമയത്താണ് അമ്മായിപ്പൻ മരിച്ചു പോകുന്നത്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നത്. കാര്യം, ആണുങ്ങളല്ലാതെ എനിക്ക് ആ വീട്ടിലിരിക്കാൻ പറ്റില്ല. എനിക്ക് കൂട്ട് വേണം. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, എടി എനിക്ക് എന്തായാലും ബിസിനസ് ചെയ്യാൻ പോയേ പറ്റുകയുള്ളൂ. നിൻ്റെ പേടി കൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നീ കന്നി പെണ്ണൊന്നുമല്ല. 2 പെറ്റ് ഇത്രയും വലിയ പെൺകുട്ടികളുടെ അമ്മയാണ്. നീ എന്തോ കണ്ട് പേടിക്കാനാണ്? ഇവിടെ സ്വർണ്ണാഭരണങ്ങളോ മറ്റു വലിയ പണമോ ഒന്നും ഇരിക്കുന്നില്ല. നിന്നെ ആരും വന്ന് പിടിച്ചുകൊണ്ടൊന്നും പോകുന്നില്ല. ഞാൻ പറയാതല്ല, എനിക്കതെല്ലാം തന്നെ രാത്രിയൊക്കെ പേടിയാണ്. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, നിൻ്റെ സ്വഭാവം കൊണ്ട് പല വർഷങ്ങളായി ഞാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ആണുങ്ങളില്ലാതെ നിനക്ക് കിടന്നുറക്കം വരില്ലേ? അത് വല്ലാത്തൊരു കുഴപ്പമാണല്ലോ. നിൻ്റെ സ്വഭാവം ശരിയല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലല്ല. എനിക്കൊരു ആൺതുണയെന്ന് പറയുമ്പോഴേക്കും പേടിയൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, അതിനുവേണ്ടി നിനക്കിപ്പം രണ്ടാമതൊരു ഭർത്താവിനെ കല്യാണം കഴിച്ച് തരാമെന്ന് എനിക്ക് പറ്റുകയില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം, വിമല ചേച്ചിയോട് പറയാം, ഞാൻ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ രാത്രി ഇവിടെ വന്ന് കിടക്കാൻ വേണ്ടിയിട്ട്. ഇത് വല്ലാത്തൊരു തലവേദനയായല്ലോ എന്ന് പറഞ്ഞു. ഈ വിമല ചേച്ചി എന്ന് പറഞ്ഞത് ഭർത്താവിൻ്റെ ഒരു അകന്ന ബന്ധുവാണ്. വീടിനടുത്ത് തന്നെയാണ്. അവർ പണ്ട് മുതലേ തന്നെയാണ് താമസിക്കുന്നത്. ഭർത്താവ് മരിച്ചു പോയതാണ് ചെറുപ്പത്തിലെ. ഒരു മകനേ ഉള്ളൂ. അവനിപ്പോൾ വിദേശ രാജ്യത്ത് സെറ്റിൽഡാണ്. പുള്ളിക്കാരി അങ്ങോട്ട് വിളിച്ചതാണ്. പക്ഷേ താല്പര്യമില്ല. സ്വതന്ത്രമായി ഒറ്റയ്ക്കൊക്കെ ജീവിക്കുന്ന ഒരു ടൈപ്പാണ്. പിന്നെ കുറച്ച് പേരുദോഷമൊക്കെ ഉണ്ട്. ഉള്ളതാണോന്ന് അറിയില്ല. എങ്കിലും ഞങ്ങൾ തമ്മിൽ നല്ല കൂട്ടാണ്. എങ്കിലും ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, വിമല ചേച്ചി വന്നെന്ന് പറഞ്ഞാലും വിമല ചേച്ചിക്ക് ഒരു ആൺതുണയൊന്നും തരാൻ പറ്റില്ലല്ലോ. അപ്പോഴേക്കും ഭർത്താവ് ചാടിത്തുള്ളി, നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് കരുതും? നിനക്ക് കൂട്ടിന് ആരെങ്കിലും പോരെ? നിങ്ങൾക്ക് ഇനിയെങ്കിലും ഈ ബിസിനസ്സൊക്കെ കുറച്ചുകൂടെ വൈകിട്ട് വരുന്ന രീതിയിൽ അങ്ങ് ചെയ്താൽ പോരെ എന്ന് ചോദിച്ചപ്പോഴേക്കും ഭർത്താവ് പറഞ്ഞു, എനിക്ക് മനസ്സില്ല. ബിസിനസ്സിൽ പ്രോഫിറ്റിൻ്റെ കാര്യം നിനക്ക് മനസ്സിലാവില്ല എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. പണം കിട്ടണമെങ്കിൽ പല സ്ഥലത്തും പോയി താമസിക്കണം, അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് തൽക്കാലം വിമല ചേച്ചി അറേഞ്ച് ചെയ്യാം. നീ ഇങ്ങോട്ട് കൂടുതലൊന്നും പറയേണ്ടതെന്ന് പറഞ്ഞു. കൂടുതൽ തർക്കിക്കാൻ പോയി കഴിഞ്ഞാൽ അങ്ങനെ വാലിരിക്കുന്ന മുഴുവൻ ഞാൻ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് ഞാനൊന്നും മിണ്ടിയില്ല. വിമല ചേച്ചിയെങ്കിൽ വിമല ചേച്ചി, ആൺതുണയില്ലല്ലോ എന്നുള്ള ഒരു ഭയം എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ ഒരു കണക്കിന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ വിമല ചേച്ചി ഒരു ആണുങ്ങളുടെ അത്രയും പവറുള്ള ആളാണ്. വേണമെങ്കിൽ ഒരു കടൽ കൊള്ളക്കാർ വന്നാലും പുള്ളിക്കാരി എതിരിടുന്ന ടൈപ്പാണ്. അതുകൊണ്ട് കുറ്റം പറയാനും പറ്റില്ല ഭർത്താവിനെ. നല്ല തൻ്റെടിയാണ്. മനസ്സറിഞ്ഞ് പുള്ളിക്കാരി ഒരാട്ടാട്ടിക്കഴിഞ്ഞാൽ എതിരെ നിൽക്കുന്ന സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും അപ്പുറത്തെ റോഡിൽ കിടക്കും. തൽക്കാലം വിമല ചേച്ചി വരുന്നതിൽ ആശ്വാസം കൊള്ളാം. അതല്ലാതെ ഭർത്താവിനോട് തർക്കിക്കാൻ പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. ജീവിതമല്ലേ, അഡ്ജസ്റ്റ്മെൻറ്റുകൾ വേണം എന്ന് വിചാരിച്ച് ഞാനങ്ങ് സമ്മതിച്ചു. വിമല ചേച്ചി എന്നോട് പറഞ്ഞു, മോളെ എന്നും നിൻ്റെ വീട്ടിൽ വന്ന് കിടക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഞാൻ ചിലപ്പോൾ നിൻ്റെ വീട്ടിൽ വന്ന് കിടക്കും. അല്ലെങ്കിൽ വൈകിട്ട് വീടടച്ചിട്ട് നീ എൻ്റെ വീട്ടിൽ വന്ന് കിടക്കണം. ഞാൻ നിൻ്റെ വീട്ടിലെ വേലക്കാരിയൊന്നുമല്ല എന്ന് പറഞ്ഞു. പുള്ളിക്കാരുടെ തൻ്റെ സ്വഭാവം എനിക്കറിയാമല്ലോ. ഞാൻ പറഞ്ഞു, ഒരു വട്ടം ചേച്ചി എൻ്റെ വീട്ടിൽ വന്ന് കിടക്കും, അടുത്ത വട്ടം ഞാൻ ചേച്ചിയുടെ വീട്ടിൽ വന്ന് കിടക്കും. അങ്ങനെ പോരെ ചേച്ചി? എൻ്റെ ഹസ്ബൻഡ് ചിലപ്പോൾ ആഴ്ചയിൽ 3 ദിവസമൊക്കെ മാത്രമേ പോകുള്ളൂ. അവന് 3 പോയാലും എനിക്ക് കുഴപ്പമില്ല, 300 പോയാലും കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ ആയിരിക്കണം. ഒരു ദിവസം എൻ്റെ വീട്ടിൽ നീ, ഒരു ദിവസം നിൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞു, ചേച്ചി ഡൺ, അതൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ ചേച്ചിക്ക് എന്നോട് ഇഷ്ടമൊക്കെ ഉണ്ട്. അവിടെ ചേച്ചി വഴക്കുണ്ടാക്കാത്ത അപൂർവ ചിലരിൽ ഒരാളാണ് ഞാൻ. അങ്ങനെ ചേച്ചി ആദ്യ ദിവസം അവിടെ കിടക്കാൻ വന്നു. അന്ന് ചേച്ചി ഞാനും കൂടെ ഒരു മുറിയിലാണ് കിടന്നത്. ചേച്ചി പഴയ കഥകൾ പലതും പറഞ്ഞു. ഭർത്താവുമായിട്ട് പ്രേമിച്ച് കല്യാണം കഴിച്ചതും പിന്നെ ഒരു കുട്ടി മാത്രമുണ്ടായതും അത് കഴിഞ്ഞ ശേഷം അദ്ദേഹം മരിച്ചു പോയതും ചേച്ചിക്ക് പിന്നീട് കല്യാണം കഴിക്കാനൊന്നും താല്പര്യമില്ല. കുട്ടിയെ വളർത്ത് ജീവിച്ചതും അവൻ വിദേശത്ത് സെറ്റിലായതും അങ്ങനെ കഥകളാണ് ആദ്യ ദിവസം പറഞ്ഞത്. പക്ഷേ പിന്നീടൊരു ദിവസം ഞാൻ ചേച്ചിയുടെ വീട്ടിൽ പോയി കിടന്നു കഴിഞ്ഞപ്പോഴേക്കും കഥകളല്ല ചേച്ചി പറഞ്ഞത്.
അത്തരം സംഭാഷണങ്ങൾക്ക് തുടക്കമിട്ടത് ഞാനാണ്. ഞാൻ ചേച്ചിയോട് ചോദിച്ചു, അല്ല ചേച്ചി, ഭർത്താവ് ഇത്രയും ചെറുപ്പത്തിലേ മരിച്ചുപോയി, ചേച്ചി ഒറ്റയ്ക്ക് ജീവിക്കുകയും ചെയ്തു, അതിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലേ? അങ്ങയുടെ ഇഷ്ടംപോലെ സമ്പത്തൊക്കെ ഉണ്ടായിരുന്നു, വലിയ ബുദ്ധിമുട്ടൊന്നും എനിക്ക് തോന്നിട്ടില്ല. അതല്ല ചേച്ചി, ഒരാൺതുണ വേണമെന്ന് ചേച്ചിക്ക് തോന്നിട്ടില്ലേ? എനിക്കങ്ങനെ തോന്നിട്ടില്ല. ഈ ഭർത്താക്കന്മാരെയൊക്കെ സഹിക്കുന്നതിന് പകരം ഒറ്റയ്ക്ക് താമസിക്കുന്ന മോളെ ഏറ്റവും നല്ലത്. എന്നാലും ചേച്ചി, ഒരു ഭർത്താവുണ്ടെങ്കിൽ, ഒരു പുരുഷനുണ്ടെങ്കിൽ സ്ത്രീക്ക് പല വകയിൽ ഒരാശ്വാസമല്ലേ? ഞാനാണെങ്കിൽ ചേട്ടൻ വരുന്നത് കാത്തിരിക്കും. ചേട്ടൻ വന്നു കഴിഞ്ഞെങ്കിലേ എനിക്കെൻ്റെ മോഹങ്ങളൊക്കെ ഒന്ന് നേരെയാകൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി പൊട്ടിച്ചിരിച്ചു, കളിയാക്കുന്ന പോലെ. എന്താണെന്ന് ചോദിച്ചപ്പോഴേക്കും ചേച്ചി പറഞ്ഞു, എടി അതിന് ഭർത്താവ് തന്നെ വേണമെന്നൊന്നുമില്ല, മോഹം എപ്പോഴാണ് ഉണരുന്നത് ആ സമയത്ത് ഉണർത്തുപാട്ട് പാടാൻ ആരെങ്കിലും ഒന്ന് പോരെ മോളെ. നിനക്കറിയാമോ എന്ന് എനിക്കറിയില്ല, അതിനുവേണ്ടി ആൾക്കാർ നമ്മളെ ശ്രദ്ധിച്ച് പുറത്തിങ്ങനെ കാത്തിരിക്കുകയാണ്. പകൽ വെട്ടത്തിൽ നമ്മളെ അത്ര ഇഷ്ടമൊന്നും അല്ലെങ്കിലും രാത്രിയാകുമ്പോഴേക്കും നമ്മളോട് എല്ലാവർക്കും ഇഷ്ടം മാത്രമേ ഉള്ളൂ മോളെ. പക്ഷേ നേരം വെളുത്ത് സൂര്യൻ ഉദിച്ച് കഴിയുമ്പോഴേക്കും നമ്മളെ പുച്ഛമായിരിക്കും. നമ്മൾ എന്ത് ചെയ്യണം? പകൽ വെട്ടത്തിൽ അവരെ കാണുമ്പോൾ നമ്മൾ രണ്ടാട്ടാട്ടുക, അവരെ ഓടിച്ചു വിടുക. രാത്രിയാകുമ്പോൾ വരുന്നവരിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം വകയിരുത്തുക. അങ്ങനെയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. അല്ലാതെ അവരെ വിളിച്ച് നമ്മൾ മടിയിലിരുത്തി താരാട്ടാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ പേരും പോകും, അവരുടെ പേരും പോകും, പ്രശ്നങ്ങളുമാകും. ഇതിപ്പോൾ ഞാൻ തൻ്റെടിയാണ്, ആണുങ്ങളെ വകവയ്ക്കില്ല, പെണ്ണുങ്ങളെ വകവയ്ക്കില്ല എന്നൊക്കെ പറയും. അതിനിടയ്ക്ക് ഞാൻ രാവിലെ എന്തെങ്കിലും പറയുന്നവരായിരിക്കും വൈകിട്ട് എനിക്കൊരു തുണയായിട്ട് വരുന്നത്. അതൊന്നും പുറത്തുള്ളവർക്കറിയില്ല. അല്ല ചേച്ചി, ഞാൻ കേട്ടിട്ടുണ്ട് ചേച്ചി ഭയങ്കര തൻ്റെടിയാണെന്നും ചേച്ചിക്ക് വേറെ ചില സ്വഭാവങ്ങളുണ്ടെന്നും. എന്താണ് ഈ പറയുന്നത്? നീ സത്യം പറയാൻ. ഞാൻ പറഞ്ഞല്ല, ചേച്ചിക്ക് കുറച്ച് ചുറ്റിക്കളിയൊക്കെ ഉണ്ടെന്ന് നാട്ടുകാർ പറയുന്നുണ്ടെന്ന്. അത് പിന്നെ കാണുമായിരിക്കും. കാര്യം നമ്മളിപ്പോൾ എത്ര വലിയ ശീലാവധി ഭാവിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ അടുത്ത് വരുന്നവരില്ലേ, പോയിട്ട് നമ്മളോട് നല്ല സ്നേഹം ഭാവിച്ചിട്ടാണെങ്കിലും അവർ പുറത്തു പോയി പറഞ്ഞ എന്താണ്, ആ പെണ്ണുപിള്ള എന്നെ വിളിച്ചു, അവർ നിർബന്ധിച്ചിട്ടാണ് ഞാൻ പോയത്. ഇതാണ് ആണുങ്ങളുടെ ഭാഷ്യം. അതായത് ആണുങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, അവന്മാർ എവിടെ പോയെന്ന് പറഞ്ഞാലും സേഫ്. പക്ഷേ അതിന് കൂട്ടത്തിൽ ചേർന്ന പെണ്ണുങ്ങളോ, അവർക്ക് എല്ലാ കാലത്തും നാണം കേടും പേരുദോഷം തന്നെ. ഇതൊന്നും അറിയാത്തവളല്ല ഞാൻ. പക്ഷേ സമൂഹത്തിൽ നമുക്ക് ധൈര്യമുണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റുകയുള്ളൂ. നിനക്കത് പറ്റില്ലായിരിക്കാം. കാര്യം നിനക്ക് ഭർത്താവുണ്ട്, കുട്ടികളുണ്ട്. അതുകൊണ്ട് നിനക്ക് പേടിക്കണം എല്ലാവരെയും. എനിക്കതിൻ്റെ കാര്യമില്ല. കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജീവിതം വലിയ പ്രശ്നമില്ലാതെ കൊണ്ടുപോകാമെന്നും ബാധ്യതകളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നും ഞാൻ പഠിച്ചു. എന്തായാലും എനിക്കൊരു ഭർത്താവിനെ ഒരിക്കലും ആവശ്യമില്ല. അല്ല ചേച്ചി, ചേച്ചിക്കിപ്പം 50 വയസ്സായില്ലേ? ഇപ്പോഴും ആളുകളൊക്കെ വരുന്നുണ്ടോ? അപ്പോൾ ചേച്ചിയോട് ചോദിച്ചു, അതെന്താടി 50 വയസ്സെന്ന് പറയുമ്പോഴേക്കും എന്തെങ്കിലും പ്രത്യേകതയുള്ള ഒരു പ്രായമാണോ? അന്ന് കുളം വറ്റിപ്പോകുമോ, കുളം വറ്റി കരയാകുമോ എന്ന് ചോദിച്ചു. അങ്ങനെയല്ല ചേച്ചി, ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് സ്ത്രീകൾക്ക് താല്പര്യം കുറവെന്ന്. എടി, അതൊക്കെ ചുമ്മാ ശുദ്ധ വെട്ടിത്തരമാണ്. താല്പര്യമുള്ളവർക്ക് എന്തായാലും താല്പര്യം കുറയില്ല. അപ്പോൾ പിന്നെ ചേച്ചി, വലിയ കുട്ടികളായ ശേഷം പലർക്കും താല്പര്യമില്ല, ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞതോ? ഇടി, അതൊക്കെ പണ്ടേ എങ്ങനെയാണ്, ഭർത്താക്കന്മാരെ മാത്രം നമ്പി ജീവിക്കും. 2-3 പിള്ളേരെ കഴിയുമ്പോൾ പിന്നെ അവന്മാർ തിരിഞ്ഞു പോലും നോക്കില്ല. ഇവളുമാർക്കും വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. പിന്നെന്ത് ചെയ്യും? മോഹമെല്ലാം അങ്ങ് ഉറഞ്ഞുകൂടും. പിന്നെ പറയും ഒന്നിനും താല്പര്യമില്ലാതായി. അല്ലാതെ ഏജിനെയൊന്നും പഴിച്ചിട്ടൊരു കാര്യമില്ല. പ്രായവും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ആക്റ്റീവായിരുന്നാൽ നമുക്കെപ്പോഴും മോഹം തോന്നും. അതല്ല, ഒട്ടും ആക്റ്റീവ് അല്ലെങ്കിൽ എല്ലാം തണുത്തുറഞ്ഞു പോകുമോളെ. ഇതാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. മനുഷ്യൻ ഒരിക്കലും മോഹങ്ങൾ ഉപേക്ഷിക്കില്ല. മോഹങ്ങൾ മരവിച്ചു, മോതിരയ്ക്ക് മുരടിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്. എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ സാഹചര്യങ്ങളില്ലാത്തതുകൊണ്ട് പലരും പറയും എല്ലാം പോയി. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ സമാധാനിക്കുന്നതാണ്. നിനക്ക് പിന്നെ ഒന്നും ഫീൽ ചെയ്യാത്തത്, നിൻ്റെ ഭർത്താവ് അവന് രുചിരനല്ലേ, അവന് നല്ല താല്പര്യമുള്ളവരല്ലേ, അതുകൊണ്ടാണ്. അത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടി. എൻ്റെ ഭർത്താവ് അത്രയ്ക്ക് വലിയ ആളെന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അത്രയേ ഉള്ളൂ, ആക്റ്റീവാണ് ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി ഒന്ന് അമർത്തി ചിരിച്ചു. എന്താ ചേച്ചി എന്ന് ചോദിച്ചു കഴിയുമ്പോഴേക്കും ചേച്ചി പറഞ്ഞു, എടി, എല്ലാ പെണ്ണുങ്ങളും വിചാരിക്കുന്നത് അവനവൻ്റെ ഭർത്താക്കന്മാർ എന്നെ മാത്രം പൂജിച്ച് ജീവിക്കുകയാണെന്നാണ്. പുറത്തവരെ കാണിക്കുന്നത് എന്തൊക്കെയാണെന്ന് ആർക്കറിയാം? എല്ലാം ഒരു ധാരണ മാത്രം. നടക്കുന്നത് വേറെന്തെങ്കിലും ആയിരിക്കും. അത് കേട്ട് ഞാൻ പിന്നെയും ഞെട്ടി.
ചേച്ചി ചുമ്മാ എൻ്റെ ഹസ്ബൻഡിനെ ആവശ്യമില്ലാത്തത് പറയരുത്. നിങ്ങൾ ബന്ധുക്കളുമല്ലേ. ചേച്ചിക്ക് അദ്ദേഹത്തിൻ്റെ സ്വഭാവം അറിയില്ലേ? എന്തൊരു പാവമാ. വീട്, ഞാൻ, കുട്ടികൾ എന്നൊക്കെ മാത്രം ഓർത്ത് 24 മണിക്കൂറും ഓടി നടക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിന് അത്ര വലിയ പാകപ്പിഴകളൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ചേച്ചിനോട് പറഞ്ഞു, അങ്ങനെ വിശ്വസിച്ചാൽ നിനക്ക് കൊള്ളാം. യഥാർത്ഥം എന്താകുമെന്ന് അവനും അറിയാം, ദൈവത്തിനും അറിയാമെന്ന്. ഞാൻ പറഞ്ഞു, ചേച്ചിക്ക് എന്തോ അറിയാം. ചേച്ചി മുള്ളും മുനയും വെച്ച് സംസാരിക്കുകയാണ്. ഇനി തൊട്ട് എനിക്ക് ചേട്ടനെ സംശയമായിരിക്കും. ഓ, നീ അങ്ങനെ വലിയ സംശയമൊന്നും വേണ്ട, ഞാനങ്ങ് പൊതുവെ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ല, ചേച്ചി പറയുന്നതിൽ എന്തോ മർമ്മപ്രധാനമായ കാര്യമുണ്ട്. ചേച്ചി പറ, എന്താണെങ്കിലും ഞാനത് സഹിക്കും. അപ്പോൾ ചേച്ചി പറഞ്ഞു, എടീ, ഉള്ളതൊക്കെ ഞാൻ തുറന്ന് പറയാൻ പോയി കഴിഞ്ഞാൽ അവസാനം നീ എന്നെ വെറുക്കും. വേണ്ട, ഇങ്ങനെ പോകാവുന്ന. അല്ല ചേച്ചി, ചേച്ചി പറ, എന്താ സംഭവിച്ചെന്ന്. എടീ, ഞാൻ മുന്നും പിന്നെ നോക്കുന്നവളല്ല, ഞാനങ്ങ് പറയും കേട്ടോ. അവസാനം നീ ഇവിടെ കിടന്ന് കരയരുത്. അതെന്താ ചേച്ചി, അത്രയും വലിയ തെറ്റുകൾ എൻ്റെ ഭർത്താവ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി അവിടെ വാട്സാപ്പ് എടുത്ത് ഓപ്പണാക്കി എന്നെ കാണിച്ചു. എൻ്റെ ഭർത്താവ് 2-3 വർഷങ്ങളായി ചേച്ചിയുടെ പുറകെയാണ്. പലപ്പോഴും ചേച്ചിയോട് കളിത്തമാശകൾ പറഞ്ഞാണ് തുടങ്ങിയത്. ചേച്ചി ആദ്യമൊന്നും മൈൻഡ് ചെയ്തില്ല. പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ ഒരു കൂട്ടുകാരനുമായി ചേച്ചിക്ക് ചെറിയൊരു കമ്പനിയുണ്ട്. അതറിഞ്ഞപ്പോൾ മുതൽ ഭർത്താവ്, അവനുമായിട്ട് ചേച്ചി നല്ല കമ്പനിയാണല്ലോ, പിന്നെ എന്നെ എന്താ മൈൻഡ് ചെയ്യാത്തത്? ഞാൻ ബന്ധക്കാരനായതുകൊണ്ടാണോ? എനിക്കുമുണ്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഭർത്താവ് പല പല വീരസ്യങ്ങളുമുള്ള പടങ്ങളും അയച്ചു കൊടുക്കാൻ തുടങ്ങി. ചേച്ചി ബന്ധക്കാരനാണല്ലോ എന്നോർത്ത് അതൊന്നും മൈൻഡ് ചെയ്തില്ല, അങ്ങ് റിലേറ്റ് ചെയ്ത് കളയും. പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് ഇരിക്കപ്പുറതിയില്ല. മറ്റേ ഫ്രണ്ടിൻ്റെ കാര്യം പറഞ്ഞിട്ട്, ചേച്ചി അവനുള്ള പരിഗണന എനിക്ക് കിട്ടിയില്ലേ, അവനേക്കാൾ കൂടുതൽ പരിഗണനയുള്ളവനാണ് ഞാൻ എന്ന് പറഞ്ഞ് ചേച്ചിക്ക് പലതരത്തിലുമുള്ള പിക്ചേഴ്സും വീഡിയോയും എൻ്റെ ഭർത്താവ് അയച്ചു കൊടുക്കും. ഈ വീട്ടിലുള്ളപ്പോഴല്ല, പലപ്പോഴും ബിസിനസ്സിനാണെന്ന് പറഞ്ഞ് പല ഹോട്ടൽ മുറികളിലുമല്ലേ താമസിക്കുന്നത്. അവിടെ നിന്നാണ് എടുത്തയച്ചു കൊടുക്കുന്നത്. അതെനിക്ക് വീഡിയോയും ഫോട്ടോയും കണ്ടപ്പോഴേ മനസ്സിലായി. ഞാൻ ശരിക്കും അടിമുടി തകർന്നു പോയി. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, ഇതാണ് ഞാൻ പറഞ്ഞത്, നിനക്ക് മനസ്സിന് ബലമില്ല, നിന്നോടിത് പറയേണ്ട കാര്യമില്ലായിരുന്നു. എങ്കിലും നിൻ്റെ ഭർത്താവ് വലിയ നല്ലവനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതാണ്. എന്തായാലും ചേച്ചി ഇതാരോടും പറയരുതേ. അങ്ങേർക്ക് ഇങ്ങനൊരു സൂക്കേടുള്ള വിവരം എനിക്കറിയില്ലായിരുന്നു. ഞാൻ അമിതമായി വിശ്വസിച്ചു പോയി. എന്തായാലും ചേച്ചി എന്താ പുള്ളിയോട് വഴക്കുണ്ടാക്കാഞ്ഞത്? കാരണം ചേച്ചി ഇങ്ങനെയൊക്കെ ചോദിച്ച ചില ആൾക്കാരെ, ഇഷ്ടമില്ലാത്തവരെ എന്തൊക്കെയോ പറഞ്ഞെന്നുള്ള കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ചില വഴക്കുകളും തെറിവിളിയൊക്കെ ഉണ്ടായതായും കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ചേട്ടനൊന്നും പറയാതെ നിങ്ങളിപ്പോഴും നല്ല കൂട്ടായിട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി പറഞ്ഞു, എന്തായിരിക്കും അതിൻ്റെ കാര്യം, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ചേട്ടൻ ചേച്ചിയുടെ ബന്ധുവല്ലേ, അതുകൊണ്ടായിരിക്കുമെന്ന്. അപ്പോൾ ചേച്ചി പൊട്ടിച്ചിരിച്ചു. അതാണ് നല്ലൊരു പോംവഴി. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ നിൻ്റെ മനസ്സിൽ ഒരു പ്രശ്നം ഉണ്ടാകില്ലെന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് പിന്നെയും സംശയം വന്നു. അപ്പോൾ എന്താ ചേച്ചി, എന്തുകൊണ്ടാണ് ചേച്ചി ഒന്നും പ്രതികരിക്കാത്തത്? അപ്പോൾ ചേച്ചി എൻ്റെ കാവിലൊന്ന് ഉള്ളിക്കൊണ്ട് പറഞ്ഞു, എന്താ പ്രതികരിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോളെ, അവൻ പിന്നീട് ചിത്രങ്ങൾ അയച്ചു തന്ന് എന്നോട് ചോദിക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. അതെന്താ ചേച്ചി അങ്ങനെ? എടി പൊട്ടി, പിന്നീട് അവൻ എൻ്റെ അടുത്തേക്ക് വന്നു. ഇത്രയും കേണപേക്ഷിച്ച ഒരു കാളക്കുട്ടനെ ഞാൻ വെറുതെ വിടുമോടി? ജല്ലിക്കെട്ടിനങ്ങ് വിളിച്ചു. അതുകൊണ്ട് ഇപ്പം അവന് മെസ്സേജ് അയക്കേണ്ട കാര്യമില്ല. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പിന്നെയും ദുഃഖിതയായി കരഞ്ഞു. ചേച്ചി, ഞാൻ അത് ചോദിക്കാൻ പാടില്ലായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ആരെക്കുറിച്ച് രഹസ്യങ്ങൾ നമ്മൾ അറിയാൻ പാടില്ല, പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെക്കുറിച്ച്. അങ്ങനെ അറിഞ്ഞാൽ പിന്നൊരു മനോവിഷമായേക്കും. എന്തായാലും നീ നിന്റെ ഭർത്താവിനെ കുറിച്ച് തള്ളി മേലോട്ട് പോകുന്ന കണ്ടപ്പോൾ ഞാനങ്ങ് പറഞ്ഞു, എൻ്റെ സ്വഭാവം അങ്ങനെയാണ്. ഇനി ഇത് വെച്ച് അവനുമായിട്ട് വഴക്കുണ്ടാക്കുക, അവനുമായിട്ട് പിരിയുക, അതൊന്നും എൻ്റെ ഉത്തരവാദിത്തമല്ല. ഞാൻ അതൊന്നും ഏറ്റെടുക്കില്ല. പിന്നെ അവനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊന്നും പറഞ്ഞില്ലെന്നേ പറയുകയുള്ളൂ. കാര്യം നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാൻ എന്നെ നിർബന്ധിക്കരുതെന്ന്. അപ്പോൾ നിനക്ക് കേട്ടേ മതിയാവൂ. കേട്ടപ്പോൾ നിനക്ക് വയറ് നിറഞ്ഞോടി എന്ന് ചോദിച്ചു. ഞാൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നിറഞ്ഞു ചേച്ചി, ഇതിൻ്റെ പേരിൽ ഞാനൊരു വഴക്കം ഉണ്ടാക്കില്ല. പക്ഷേ നീ ഒരു കാര്യം അറിയുക, അവൻ ബിസിനസ്സിന് പോകുന്നുണ്ടായിരിക്കും. പക്ഷേ പാതി യാത്രകളും ബിസിനസ്സിനൊന്നല്ല മോളെ. പണമുണ്ട്, കാര്യങ്ങൾ സാധിക്കാം, അതിനുവേണ്ടി മാത്രമാണ്. ഒന്ന് പോ ചേച്ചി. പറഞ്ഞതിന് കൂടെ പിന്നെയും കൂട്ടിക്കൂട്ടി പറയാതെ. എടി, കൂട്ടിക്കൂട്ടിയൊന്നും ഞാൻ പറയുന്നല്ല. ഞാൻ ഒരു ചാറ്റ് കാണിക്കാം, നോക്ക്. ആദ്യകാലത്ത് അവൻ ചാറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ സമ്മതിച്ചില്ല, താല്പര്യമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ
പറഞ്ഞു നോക്കിക്കേ, ഒരു പെണ്ണിൻ്റെ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. അവൻ തോളത്ത് കേട്ടിരിക്കുന്നത് നീ കണ്ടില്ലേ? അവൻ പറഞ്ഞത് ഒത്തിരി കിളുന്നുകളുണ്ട്, അപ്പോൾ ചേച്ചി വാശി പിടിക്കേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതോടുകൂടി എൻ്റെ ഉള്ളിലെ തകർച്ച പൂർണ്ണമായി. എൻ്റെ ഭർത്താവ് ഇത്രയും വർഷം ഫുൾ പൊയ്മുഖമായിരുന്നു. അങ്ങേർക്ക് അവിടെയും വേണം ഇവിടെയും വേണം, ഏത് തോണിയിലും കാൽ വെച്ച് തുഴയുന്ന ഒരാളാണെന്ന് എനിക്കന്ന് മനസ്സിലായി. ഞാനെന്തിനാണ് ചേച്ചിയെ കുറ്റപ്പെടുത്തുന്നത്? ഞാൻ വിസ്തരിച്ച് ചോദിച്ചപ്പോൾ അവർ ഉള്ളത് പറഞ്ഞു. അല്ലെങ്കിലും അവർക്കിതൊന്നും പറയാൻ മടിയില്ലെന്ന് എനിക്ക് നേരത്തെ അറിയാം. അത് കേട്ടിട്ട് ഞാൻ ദുഃഖിച്ചിട്ട് കാര്യമില്ല. എൻ്റെ ഭർത്താവ്, അങ്ങേർക്ക് എന്താ ഞാൻ മറുപടി കൊടുക്കുക? വേണ്ട, ചോദിക്കണ്ട. അങ്ങേരെ ഇങ്ങനെ തന്നെ ആടിപ്പാടി നടന്നോട്ടെ. അങ്ങയുടെ ബിസിനസ് അതും നന്നായി നടന്നോട്ടെ. എൻ്റെ ഉള്ളിൽ വാശിയായിരുന്നു. 2-3 വട്ടം പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയി കൂട്ടുകിടന്നെങ്കിലും ചേച്ചിയുമായിട്ട് ഞാൻ പിന്നെ ഒന്നും സംസാരിച്ചില്ല. ഈ കാര്യങ്ങൾ, നോർമൽ കാര്യങ്ങൾ സംസാരിച്ചു. ഒരു ദിവസം ചേച്ചി എന്നോട് ചോദിച്ചു, സത്യം പറയടി, ഞാനെന്ന് ഇതൊക്കെ പറഞ്ഞതിൽ പിന്നെ നിൻ്റെ മനസ്സിൽ അവനോട് ദേഷ്യവും പകയൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉണ്ട് ചേച്ചി, പക്ഷേ ഡയറക്റ്റ് കൊടുക്കാനൊന്നും ഞാൻ പോകുന്നില്ല. കാര്യം 2 പെൺകുട്ടികളാണ്, അവരുടെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാനത് അവോയ്ഡ് ചെയ്യുന്നു. അങ്ങേരെ എന്തെങ്കിലും കാണിച്ചോട്ടെ, എനിക്കൊരു പ്രശ്നവുമില്ല. അപ്പോൾ ചേച്ചി എൻ്റെ കൈ പിടിച്ചെന്നെ അഭിനന്ദിച്ചു. ഇതാണ് നല്ലത്, ഈ ആറ്റിറ്റ്യൂഡാണ് നല്ലത്. പക്ഷേ എന്ന് വെച്ചിട്ട് നീ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നീ ഒരു പോഴത്തിയായി പോകും. അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞ്? എടി പെണ്ണെ, അവന് 100 കിട്ടുമെങ്കിൽ സ്ത്രീക്ക് കോടികളാകും കിട്ടുക. അതെനിക്കറിയില്ലേ? എനിക്കറിയാം ചേച്ചി, പക്ഷേ എനിക്ക് അതിനുള്ള ധൈര്യമൊന്നുമില്ല. അതുമാത്രമല്ല, 2 പെൺകുട്ടികളാണ്, അവർക്ക് ഞാൻ പേരുദോഷമുണ്ടാക്കരുതല്ലോ. ഈ വീട്ടിലേക്ക് ഒരാൾ കടന്നു വന്നു കഴിഞ്ഞാൽ എനിക്കാകും പേരുദോഷം. പെണ്ണുങ്ങൾക്ക് മാത്രമേ പേരുദോഷമുള്ളൂ, ആണുങ്ങൾക്ക് ഒന്നുമില്ലല്ലോ എന്ന്. അപ്പോൾ ചേച്ചി പറഞ്ഞു, എടി, ഒരു ദിവസം ഞാൻ നിൻ്റെ വീട്ടിൽ വന്ന് കിടക്കുന്നു, അടുത്ത ദിവസം നീ എൻ്റെ വീട്ടിൽ വന്ന് കിടക്കുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ടെങ്കിലും നീ ഒരു കാര്യം മനസ്സിലാക്കുക, ചില ദിവസങ്ങളിൽ നീ വരുമ്പോൾ ഞാനത് മറ്റാർക്കോ വേണ്ടി ഫിക്സ് ചെയ്ത ഒരു ഡേറ്റാണ്. അല്ലെങ്കിൽ നിൻ്റെ വീട്ടിലേക്ക് ഞാൻ വന്ന് കിടക്കുമ്പോൾ അതും ഞാൻ വേറെ ആൾക്ക് വേണ്ടി ഫിക്സ് ചെയ്ത ഡേറ്റാണ്. അതൊക്കെ തട്ടി മാറ്റിയിട്ടാണ് നിനക്ക് കൂട്ടുകിടക്കാൻ ഞാൻ വരുന്നത്. അതും അവൻ എന്നോട് ഒത്തിരി വട്ടം റിക്വസ്റ്റ് ചെയ്തു, നിനക്ക് പേടിയാണ് എന്നതുകൊണ്ട് മാത്രം. അപ്പോൾ ചേച്ചി, എന്താ ചേച്ചി പറഞ്ഞു വരുന്നത്? എടി, എൻ്റെ അവസരങ്ങൾ നിൻ്റെ കൂട്ടുകിടപ്പ് മൂലം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ആ നഷ്ടം നമുക്ക് ലാഭമാക്കി മാറ്റാം? ചേച്ചി എന്താ പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ ചേച്ചി പറഞ്ഞു, നീ ഒന്നുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. എൻ്റെ വീട്ടിലേക്ക് നീ വരുന്ന ദിവസങ്ങളിൽ അവിടെ എന്നെ കാണാൻ ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു അതിഥി അന്ന് വരില്ലല്ലോ. എനിക്ക് അന്നത്തെ ദിവസം നഷ്ടമാണ്. നിൻ്റെ കൂട്ടുകിടപ്പ് കാരണം എനിക്ക് മാസത്തിൽ 6-7 അതിഥികളെങ്കിലും മിസ്സായി പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഈ വീട്ടിലേക്ക് ആരും വരണ്ട എന്ന് വെക്കുക, ഓക്കെ. പക്ഷേ നീ എൻ്റെ വീട്ടിൽ വരുന്ന ദിവസങ്ങളിൽ എനിക്ക് വരുന്ന അതിഥികളെ ഞാനങ്ങ് സ്വീകരിച്ചോട്ടെ മോളെ. ഒന്നുകിൽ നീ കണ്ടില്ല എന്നടിക്കുക, അല്ലെങ്കിൽ നീ ഞങ്ങളുടെ കൂട്ടത്തിൽ ചേരുക, നിനക്ക് ഇഷ്ടമുള്ളതുപോലെ. എങ്കിലും ഈ കൂട്ടുകിടപ്പ് കൊണ്ട് എൻ്റെ സൗഭാഗ്യങ്ങൾ ഇല്ലാതാക്കരുതല്ലോ എന്ന്. അപ്പോൾ ചേച്ചിയുടെ മനസ്സ് എനിക്ക് മനസ്സിലായി. ഞാനെന്താണ് ചേച്ചി ശല്യം ചെയ്തത്? എന്നാലും ഒറ്റയ്ക്ക് കിടക്കാനൊന്നും എനിക്ക് വയ്യ. ഞാൻ പറഞ്ഞ അതിനെന്താ ചേച്ചി? ചേച്ചി ആവശ്യമുള്ള അതിഥി വരുമ്പോൾ അപ്പുറത്തെ മുറിയിലേക്ക് പോയി അവർക്ക് പാനോപചാരം നൽകി സൽക്കരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ചേച്ചിയുടെ വീട്ടിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഒരു അഡ്ജസ്റ്റ്മെൻറ്റോടും കൂടി ഞാൻ കൂട്ടുകിടക്കാൻ പോയത്. മിക്കവാറും എൻ്റെ വീട്ടിലല്ല പിന്നീട് കൂട്ടുകിടപ്പ്, ചേച്ചിയുടെ വീട്ടിലാണ്. അതിലൊന്നും എൻ്റെ ഭർത്താവിന് ഒരു പ്രശ്നവുമില്ലായിരുന്നു. അവിടെ വന്ന അതിഥികളെ കണ്ട് ഞാൻ ഞെട്ടി. മാഡം, നമുക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്ത പല ആളുകളും, ഞാൻ ആരാധിച്ചിരുന്നവർ അല്ലെങ്കിൽ നല്ലവരാണെന്ന് വിചാരിച്ചവരുമുണ്ട്. എൻ്റെ പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്താണ്. ഈ ലോകം ആരിലും ഒന്നിലും ഒന്നായിട്ട് ഒതുങ്ങി നിൽക്കുന്നില്ല എന്നെനിക്ക് തോന്നി. അപ്പോഴാണ് ഞാൻ ഓർത്തത്, 2 കുട്ടികളുടെ അമ്മ ഭർത്താവിൻ്റെ പാദസേവ ചെയ്ത് കഴിയുന്നു. എന്തിന്? എനിക്കും എൻ്റെ ആഗ്രഹങ്ങൾക്ക് ചക്രം തിരിക്കാൻ ഒരാഗ്രഹമുണ്ടെങ്കിൽ അത് വെറുതെ വിടേണ്ട കാര്യമുണ്ടോ? ഇല്ല. ചേച്ചി ദേ അവിടെ ആർത്തലച്ച് വിളിക്കുന്നു, രസിക്കുന്നു, വന്നിട്ട് കഥകൾ എന്നോട് പറയുന്നു, പിക്ചറും വീഡിയോയും കാണിക്കുന്നു. ചേച്ചിയുടെ ആട്ടമെല്ലാം കണ്ട ശേഷം എനിക്കിങ്ങനെ മനസ്സമ്മാനത്തോടുകൂടി കിടന്നുറങ്ങാൻ പറ്റും. ഞാനും ഓർത്തു, എനിക്കും ഇറങ്ങണം, കറങ്ങണം. ചേച്ചിയോട് ഞാൻ ഒന്നേ പറഞ്ഞുള്ളൂ. ചേച്ചി പറഞ്ഞു, സ്വാഗതം മോളെ, എൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നിനക്ക് പല ഗുണങ്ങളും ഉണ്ടാകുമെന്ന്. ഞാൻ പിന്നെ മുന്നും പിന്നും നോക്കിയില്ല. ഭർത്താവിനോടുള്ള പ്രതികാരവും എൻ്റെ ഉള്ളിൽ തിളയ്ക്കുന്നുണ്ടായിരുന്നു. ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ഒരു നിബന്ധന വെച്ചു.
എന്തായാലും ചേച്ചിയുടെ കൂടെ ഞാൻ ചേരുന്നു. പക്ഷേ പ്രയോജനം ഉണ്ടായാലും ഇല്ലെങ്കിലും എനിക്ക് 25 വയസ്സിന് താഴെയുള്ള അതിഥികൾ മാത്രം മതി. ഇല്ലെങ്കിൽ മാക്സിമം 30. അത് കൊള്ളാമല്ലോടി. നീ മിടുക്കിയാണല്ലോ. നിന്റെ ചോയ്സുകൾ വളരെ അപാരമാണല്ലോ. സാരമില്ല മോളെ. കടൽ പോലെ കിടക്കുന്ന ചോയ്സിൽ നിനക്ക് മുത്തുകൾ വാരിയെടുക്കാം. എത്ര പേര് വേണം എന്ന് പറഞ്ഞ ചേച്ചി അതിഥികളെ എന്നെ പരിചയപ്പെടുത്തി. പിന്നെ ചേച്ചിക്ക് ഇതിലൊന്നും ഒരസൂയമില്ല. എനിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ വളരെ ഇഷ്ടവുമാണ്. അങ്ങനെ എൻ്റെ ആദ്യത്തെ ഒരു അതിഥിയെ സ്വീകരിക്കുക എന്നുള്ളത് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അത്രയും സൗന്ദര്യമുള്ളൊരു പയ്യനാകുമ്പോൾ ഞാനെന്തിനാണ് ഉപചാരങ്ങൾ കുറച്ച് വയ്ക്കുന്നത്? ചെക്കനാണെങ്കിൽ എന്നെ കണ്ടപ്പോഴേക്കും ചേച്ചിയേക്കാൾ ഇഷ്ടം പ്രകടിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ ഞാനും അവിടെ നിന്ന് തൂത്തുവാരണ്ടേ? അതെൻ്റെ ജീവിതത്തിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. ചേച്ചിയുടെ ആശീർവാദത്തോടു കൂടി ഞാൻ മുന്നോട്ട് പോകുന്നു. പല അനുഭവങ്ങളും എനിക്കുണ്ടായി. ഇടയ്ക്ക് എൻ്റെ ഭർത്താവ് സംശയം പ്രകടിപ്പിച്ചു. പഴയതിനേക്കാൾ വിശാലമായ എന്തൊക്കെയോ നീ കടന്നു പോകുന്നുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു, വിശാലമായാലും ഇടുങ്ങിപ്പോയാലും ഇപ്പോൾ എന്ത് ചെയ്യാനാണ്, മുന്നോട്ട് പോയാലേ പറ്റൂന്ന്. പിന്നീട് പുള്ളിക്കാരൻ എന്നോട് ഭയങ്കരമായി വഴക്കുണ്ടാക്കി ചോദിച്ചു, നീയും ചേച്ചിയും തമ്മിൽ കൂട്ടുകിടക്കാമെന്ന് പറഞ്ഞിട്ട് പ്രശ്നങ്ങളല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ പ്രശ്നങ്ങളാണെങ്കിൽ നിങ്ങൾ സഹിക്കുക. നിങ്ങളുടെ എല്ലാ ചിത്രങ്ങളും സ്ക്രീൻഷോട്ട് സഹിതം എൻ്റെ കയ്യിലിരിപ്പുണ്ട്. എന്നെ വെറുതെ ഉടുക്ക് കൊട്ടി പേടിപ്പിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയായി കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവിൻ്റെ പത്തി താഴ്ന്നു. പക്ഷേ അത് കഴിഞ്ഞതിൽ പിന്നെ ഭർത്താവ് ഭർത്താവിൻ്റെ വഴിക്കും ഞാൻ എൻ്റെ വഴിക്കുമാണ്. മക്കൾക്കോ നാട്ടുകാർക്കോ ഒന്നും അറിയില്ല. എനിക്ക് ചേച്ചിക്ക് മാത്രമേ അറിയുകയുള്ളൂ. മാതൃകാ ദമ്പതികളായി ഭാവിച്ച് ജീവിക്കുകയാണ്. ഇതിനി ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും കണ്ണികൾ പോയത് എങ്ങനെയാണ് മാഡം വിളക്കി ചേർക്കുക? ആ നടക്കില്ലല്ലോ. എല്ലാം ഒരു വിധിയല്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിധിയെന്ന് പറഞ്ഞത് പലപ്പോഴും നമ്മൾ ഒരു മുട്ടാപ്പോക്ക് പറയുന്നതാണ്. എല്ലാം അങ്ങ് വിധിയായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. വിധിയുണ്ട്, പക്ഷേ ഇതൊന്നും വിധിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഭർത്താവിനെക്കുറിച്ച് ഇങ്ങനൊരു കാര്യം അറിഞ്ഞു. ശരിക്കും ഭർത്താവിനെക്കുറിച്ച് ഇങ്ങനൊരു കാര്യം സംസാരിക്കേണ്ട കാര്യമില്ലായിരുന്നു. എങ്കിലും കിള്ളി ചോദിച്ച് നിങ്ങൾ തന്നെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു പ്രതികാരം മനസ്സിൽ വന്നു ആർക്കാണെങ്കിലും. പക്ഷേ ഭർത്താവിനോടത് വഴക്കുണ്ടാക്കാതെയോ പ്രതികാരം ഉള്ളിലുണ്ടാകാതെയോ സമാധാനപരമായി ചോദിക്കാൻ പറ്റുന്നവർ വളരെ ചുരുക്കമേ ഉള്ളൂ. ചിലർ സഹിക്കും, ചിലർ ചോദിക്കില്ല, അല്ലെങ്കിൽ പറയില്ല, അങ്ങനെ അങ്ങ് മുന്നോട്ട് പോകും. നിങ്ങളിപ്പോൾ ഇതൊന്നും ചോദിക്കാനും പറയാനും പോകാതെ ഒരു പ്രതികാര മനോഭാവം പോലെ ചേച്ചിയുടെ കൂടെ ഇറങ്ങി ഇങ്ങനെയൊക്കെയായി. അവസാനം ഭർത്താവ് അത് അറിയുകയും ചെയ്തു. ആ സമയത്ത് അയാൾ നല്ലവനെ ഭാവിച്ച് നിങ്ങളെ കുറ്റപ്പെടുത്താൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾ തെളിവുകളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അങ്ങേരും അടങ്ങി. അങ്ങനെ കഴിഞ്ഞപ്പോൾ അങ്ങേർക്കും അങ്ങയുടെ ജീവിതം, നിനക്ക് നിൻ്റെ ജീവിതം എന്നുള്ള രീതിയിലായി. പക്ഷെ ഇങ്ങനെ പോകേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു. ആദ്യമേ തുറന്നു പറഞ്ഞ് അത്രയും സമാധാനം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് തുറന്നു പറഞ്ഞ് ആ തെറ്റുകൾ തിരുത്തി നമുക്ക് രണ്ടുപേർക്കും പഴയതെല്ലാം തിരുത്തി മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ. ഇനി അതല്ല, ഇപ്പോൾ പോകുകയാണെങ്കിലും എന്തിനാണ് വെറുത്ത് രണ്ട് വഴിക്ക് പോകുന്നത്? അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പോകരുതോ? അതും കുറ്റമല്ല ഇതും കുറ്റമല്ല. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് രണ്ടുപേരും രണ്ട് വഴിക്ക് പോകുന്നത്? മനസ്സിലാക്കി എല്ലാവർക്കും കൂടി ഒന്നിച്ചങ്ങ് പോയാൽ പോരെ? ഇതാണ് ഞാൻ പറഞ്ഞത്. പലപ്പോഴും മറ്റു മനുഷ്യരുടെ സംസർഗം നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലും നമ്മുടെ വ്യക്തിത്വത്തിലും ഒത്തിരി സ്വാധീനമുണ്ടാകും. ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആകും മണക്കുക. മനസ്സിലായോ? അപ്പോൾ എന്തായാലും അതിനെ എങ്ങനെ മാനേജ് ചെയ്യണം, ജീവിതത്തിൽ സ്വസ്ഥത കൊണ്ടുവരണം എന്നുള്ളത് നിങ്ങളുടെ മാത്രം ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഭർത്താവ് വേറെ വഴി മാറിപ്പോയെങ്കിൽ എന്തിനാണ് വെറുപ്പ്? ഇവിടെ ഇതെല്ലാം അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഒന്നിച്ചു പോയിക്കൂടെ?